ഈ ഒരു ജിമിക്കും മാട്ടിയും ഉണ്ടാക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഇവിടെ വരെയുള്ളത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള ലോറിയാൽസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റഡും ജിമിക്കും കൂടി ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഹെഡ് പിന്നിലേക്ക് ഒരു 6 mm ബീഡാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലായിരുന്നത് കൊണ്ട് ഡാർക്ക് ബ്ലൂ ആണ് ഇട്ട് കൊടുത്തത്. അത് മുകളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് തിരിച്ച് വളച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ആയി കിട്ടും. പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ലൂപ്പ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്റ്റഡും ജിമിക്കും കൂടി ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡലിൽ ഈ ജിമിക്കും മാട്ടിയും രണ്ടും ഇന്റർകണക്റ്റഡ് ആയിരുന്നു കേട്ടോ. അതായത് സെപ്പറേറ്റ് ആയിട്ടല്ലായിരുന്നു അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മാട്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെയർഡ് ആയിട്ടുള്ള മാട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേർലിങ് ചെയിൻ ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തതിനേക്കാളും ഒരു 2 പേൾ ബീഡ്സ് കുറവ്, അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മൾ ആദ്യം ചെയ്തത് തേർഡ് ചെയിൻ ആണല്ലോ. ആ തേർഡ് ചെയിനിൻ്റെ ജംപറിങ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് സെക്കൻഡ് ചെയിൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ സെക്കൻഡ് സൈഡിലും കൂടി ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ സെക്കൻഡ് മാട്ടിയും കൂടി ചെയ്തെടുക്കുക. ഇത് ഡിറ്റാച്ചബിൾ ആയിട്ട് ചെയ്തെടുത്തതുകൊണ്ട് ഈ ജംപറിങ് നമ്മുടെ സ്റ്റഡ് ബേസിലേക്ക് കോർത്ത് കൊടുത്തതിന് ശേഷം കമ്മലിൻ്റെ അടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ സെക്യൂർ ആയിട്ടിരുന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഹെയറിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ ഒരു പിന്നും കൂടി ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഐപ്പിൻ്റെ ആയി ജംപറിങ്ങിൻ്റെ അറ്റത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്പോസിറ്റ് എൻഡ് ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. അതേ ഇതുപോലെ വളച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഹുക്ക് പോലെ ക്രിയേറ്റ് ആയി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാട്ടിയും കമ്മലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡൽ കമ്മൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ടൈപ്പ് ജെല്ലിബിയുടെ എൻ്റെ കയ്യിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 10-12ഓളം കളേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് കളേഴ്സിൽ വേണമെങ്കിലും ഞാൻ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ഓണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.